എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അപ്പച്ചൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, അവളെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റണം. ചുമ്മാ നാട് കടത്താനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്, വിവാഹപ്രായമായതല്ലേ, അതുകൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ച് തന്നെ വിട്ടേക്കാം എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ അപ്പച്ച? അവൾ ഇത്രയും കാലം അനാഥാലയത്തിലല്ലേ വളർന്നത്, അവളുടെ ജീവിതത്തിലും അവൾക്ക് നീതി കിട്ടണ്ടേ എന്ന് ചോദിക്കുമ്പം അപ്പച്ചൻ പറയുന്നുണ്ട്, അതിന് നീതി കൊടുക്കണ്ടെന്ന് ഞാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ പോലെ നീ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുവാണ്. എന്നിട്ട് സ്റ്റാൻലി എങ്ങനെ അപ്പച്ചന് ഒന്നുകൂടെ ഒഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പം വേണ്ട വേണ്ട, എനിക്കിനി അവളെ ഒന്ന് കാണണം, എന്നിട്ട് മതി ബാക്കിയെല്ലാം എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഈ പറയുന്ന അപ്പച്ചൻ അവളെ നേരിട്ട് കണ്ടു കഴിയുമ്പം ഈ ഇതെല്ലാം മാറ്റി പറയും, എനിക്ക് ഉറപ്പാ എന്ന് പറയുമ്പം അപ്പച്ചൻ പറയും, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, എന്നെ അങ്ങനെ കുഴിയിൽ ചടിക്കാൻ ഒരുത്തിക്കും പറ്റിയല്ല എന്നൊക്കെ പറയും. എന്നാൽ ആയിക്കോട്ടെ അപ്പച്ചനെങ്കിൽ പോരെ, നമുക്ക് അവളെ കാണാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുന്നു. 2ാം നിലയിലാണല്ലോ അലീനയുടെ റൂം. അപ്പോൾ ആ റൂമിൻ്റെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നതിന് ശേഷം സ്റ്റാൻലി റൂമേ തട്ടി കുറേ പ്രാവശ്യം അലീനെ വിളിക്കുന്നുണ്ട്. അന്നേരം ആ കൂടെ നിൽക്കുന്ന കുട്ടിച്ചായൻ ചോദിക്കുവാണ്, എടാ ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഇതല്ലേ എന്ന്. അന്നേരം അതെ, അതുകൊണ്ടല്ലേ ഞാൻ അവൾക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പം, എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയിട്ടുണ്ടെങ്കിൽ കിടക്കിയല്ല, അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയും. അത് സ്റ്റാൻലി കാര്യമാക്കുന്നില്ല. അതിനുശേഷം വാതിലെ മുട്ടി കഴിയുമ്പം തുറക്കുന്നില്ല കേട്ടോ. അന്നേരം അപ്പച്ചൻ പറയുവാണ്, കിടന്ന് ഉറങ്ങുമായിരിക്കും, നീ ഒരു പണിയില്ലല്ലോ, പിന്നെ കിടന്ന് ഉറങ്ങാൻ മേലെ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് സ്റ്റാൻലി റൂം തുറക്കും. റൂം തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെയൊക്കെ നോക്കുമ്പോൾ അവിടെ അലീനെ കാണുന്നില്ല. അന്നേരം ഇവിടെ കാണേണ്ടതായിരുന്നല്ലോ, ഇതെവിടെ പോയി പോലും എന്നിങ്ങനെ സ്റ്റാൻലി പറയുമ്പം, അതങ്ങ് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, ഒരു അച്ചടക്കം ഇല്ലാത്ത വെങ്കൊച്ചാന്ന് ഇപ്പം തന്നെ മനസ്സിലായില്ലേ, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയും. അധികം ദേഷ്യം വരുന്നുണ്ട് സ്റ്റാൻലിക്ക്. അവിടെ നിന്ന് ആൻ്റെപ്പ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിളിക്കുമ്പോൾ, എന്നെ വിളിയടാ, ഒന്ന് പതുക്കി വിളിക്കാൻ മേലെ, ഞെട്ടിപ്പോയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പച്ചൻ. ഏതായാലും ഈ വിളി കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നത് അലീനയാണ്. അലീന പറയുന്നുണ്ട്, ആൻ്റപ്പച്ചേട്ടൻ ബൈജിച്ചേട്ടൻ്റെ കൂടെ പുറത്ത് പോയേക്കുവാണ് എന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീന റൂമിൻ്റെ അങ്ങോട്ട് കയറി വരുന്നു. അലീനെ കാണുന്ന നിമിഷം തൊട്ട് കുട്ടിച്ചാൻ്റെ വായ ഇങ്ങനെ തുറന്നു വന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേ. അന്നേരം അലീന ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട്. സ്റ്റാൻലി നോക്കും, അത് കഴിഞ്ഞ് അപ്പച്ചനെ നോക്കും, ഇങ്ങനെ കുറച്ച് നേരം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും സ്റ്റാൻലി ചോദിക്കും, നീ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങ് അകത്തോട്ട് കയറി വാ എന്ന് പറയും. അങ്ങനെ അലീന അകത്തോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അന്തം വിട്ട് സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കുവാണ് അപ്പച്ചൻ. അത് കഴിഞ്ഞ് പിന്നെയും അലീനയുടെ മുഖത്തേക്ക് നോക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതാണ് അപ്പച്ചൻ്റെ മനസ്സമാധാനം കളഞ്ഞ ആൾ കേട്ടോ, ഇതാണ് അലീന എന്ന് പറയും. അന്നേരം അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കും. അന്നേരം സ്റ്റാൻലി ചോദിക്കും, നിനക്ക് ആളെ മനസ്സിലായോ എന്ന്. അന്നേരം ഇല്ല, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പം, ഇതാണ് എൻ്റെ അപ്പച്ചൻ, നിൻ്റെ വലിയപ്പച്ചൻ എന്ന് പറയുവാണ്. അന്നേരം നമസ്കാരമൊക്കെ പറയൂ കേട്ടോ അലീന. അത് കഴിഞ്ഞ് അപ്പച്ചൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അന്നേരമാണ് അത്രയും നേരം ഇങ്ങനെ അന്തം വിട്ട് നിന്ന് അപ്പച്ചന് ഒരു വെളിവ് വരുന്നത്. അതെങ്കിലും എൻ്റെ പേര് ഔതുക്കുട്ടിച്ചായൻ, പള്ളിയിലെ പേരല്ല, എൻ്റെ നാട്ടിലൊക്കെ ഔതുക്കുട്ടിച്ചായൻ, കൊട്ടാരമറ്റത്തിൽ ഔതുക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലായേ. അത്രയും നേരം കലിപ്പിൽ നിന്ന വ്യക്തിയാട്ടോ. ഏതായാലും അത്രയും പറഞ്ഞിട്ട് വീണ്ടും സ്റ്റാൻലിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതാണ് അപ്പച്ചൻ ഉദ്ദേശിച്ച ആൾ എന്ന് മനസ്സിലായല്ലോ, ഇനി നിങ്ങൾ സംസാരിക്കുക, ഞാൻ താഴെ കാണുമെന്ന് പറയും. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, അപ്പച്ചന് നിന്നോട് എന്തൊക്കെയോ സംസാരിക്കണം എന്നാണ് പറഞ്ഞത്, നിങ്ങൾ സംസാരിക്കുക എന്ന്. അങ്ങനെ സ്റ്റാൻലി അങ്ങ് പോയി കഴിയുമ്പം അലീന അപ്പച്ചനോട് ചോദിക്കും, അപ്പച്ചൻ ഞാൻ എപ്പോഴാണ് പോകണ്ടേ, ഇന്ന് തന്നെ പോകണോ അതോ നാളെ പോയാൽ മതിയോ, എല്ലാം പാക്ക് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെന്തിനാ എന്ന് ചോദിക്കും. അന്നേരം എനിക്കറിയാം അപ്പച്ചൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന്. വലിയപ്പച്ചൻ ഇങ്ങോട്ട് വന്നത് എന്നെ ഇവിടുന്ന് പറപ്പിക്കാൻ വേണ്ടിയല്ലേ, അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനത് തയ്യാറായി തന്നെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെ സ്റ്റാൻലി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പപ്പയാണ്, ആ ഒരാൾ ഒഴികെ വേറെ ആർക്കും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിൽ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാകില്ല എന്നെനിക്കറിയാം. ഞാൻ ഇങ്ങോട്ട് വരണ്ടാത്ത ഒരാളായിരുന്നു, വന്നുപോയി, അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് അറിയത്തില്ല. എനിക്കറിയാം പപ്പയ്ക്ക് മക്കളും ഭാര്യയും ഒക്കെ ഉണ്ട് എന്ന്, അവർക്ക് ആർക്കും എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നും എനിക്കറിയാം. അതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ പേരിൽ ആരോടൊക്കെ മറുപടി പറയേണ്ടി വരും, വീട്ടുകാരോട് മറുപടി പറയേണ്ടി വരും, പള്ളിക്കാരോടും അതുപോലെ നാട്ടുകാരോടും ഒക്കെ മറുപടി പറയേണ്ടി വരും. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം, എനിക്ക് ഒട്ടും വിഷമമൊന്നും ഉണ്ടാകില്ല. കാരണം ഇത്രയും കാലം എനിക്ക് ഈ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇവിടുന്ന് പോകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഉണ്ടായിരുന്ന ഒരു സാധനം നഷ്ടപ്പെടുമ്പോഴല്ലേ അപ്പച്ച വിഷമമൊക്കെ വരുള്ളൂ. ഇല്ലാതിരുന്നത് കൊണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമാകുകയില്ല. അതുകൊണ്ട് പറഞ്ഞാൽ മതി,
ഞാൻ പൊയ്ക്കോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് വണ്ടിക്കൂലി പോലും തരേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴേക്കും അപ്പച്ചന് വിഷമമാവും കേട്ടോ. വലിയപ്പച്ചൻ പറയുവാണ്, അതെ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ലാലിച്ചനാ, അവന് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ പറയുമ്പം അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, ഇഷ്ടമുണ്ടെന്നേ അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അവൻ തീരുമാനം എടുത്തോളും, ഇതൊക്കെ നമുക്ക് പതിയെ ആലോചിച്ച് എടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, ആലോചിച്ച് തീരുമാനം എടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, അതൊന്നും പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറയുന്നു. അന്നേരം അലീന ചോദിക്കും, ഈ ലാലിച്ചൻ എന്നുള്ള പേര് ആരിട്ടതാ? വലിയൊരു മനുഷ്യൻ, ഗാംഭീര്യമുള്ള പരിക്കനായ ഒരു മനുഷ്യൻ, എന്നിട്ട് ആലിപ്പഴം പോലത്തെ ഒരു പേരും, ഇത് ആരിട്ടതാ എന്ന് ചോദിക്കും. അന്നത്തേക്കും വെളുപ്പിച്ചന് സങ്കടമൊക്കെ വന്നുണ്ട്. അത് കുട്ടിച്ചായം പയ്യെ കണ്ണാടിയൊക്കെ ഊരിട്ട് പറയുവാണ്, അവൻ ഈ പേരിട്ടത് ആരാന്നറിയാമോ? എൻ്റെ ഭാര്യ ചിന്നമ്മ, അവൻ്റെ അമ്മച്ചി പാവം ഒരുപാട് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. അവളുണ്ടല്ലോ ശരിക്കും നിൻ്റെ തനി സ്വരൂപമായിരുന്നു, നിന്നെപ്പോലെ തന്നെയായിരുന്നു. എൻ്റെ ചിന്നമ്മ എവിടെ പോയി എന്ന് അന്വേഷിക്കേണ്ട, നിന്നെ കണ്ടാൽ മതി, അതുപോലെയാണ്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അവൻ പാലയിൽ വന്ന് നിന്നെ കണ്ടതിന് ശേഷം എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഇപ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്ന് പറയുമ്പോൾ, ഓ അതുകൊണ്ടാണോ എന്ന് അലീന ചോദിക്കും. എന്നിട്ട് ചുമ്മാതല്ല എന്നെ ഇവിടുന്ന് പറപ്പിക്കാൻ വേണ്ടി വന്ന അപ്പച്ചൻ എന്നെ ഇഷ്ടപ്പെട്ടത് അല്ലേ എന്ന് ചോദിക്കും. ഓ അങ്ങനെയൊന്നും ഇല്ലെന്നേ എന്ന് പറയും. എന്നിട്ട് അപ്പച്ചൻ എന്നതാ കുടിക്കാൻ വേണ്ടേ, ചായ വേണോ അതോ കോഫിയാണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം, എനിക്ക് കുടിക്കാനുള്ളതൊക്കെ അവൻ തന്നായിരുന്നു എന്ന് പറയും. അന്നേരം അലീന ഒരു നോട്ടമുണ്ടേ, അങ്ങനെ നോക്കുമ്പോഴേയും ഈ നോട്ടം പോലും എൻ്റെ ചിന്നമ്മ നോക്കുന്ന പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട്, മോളെ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും താ, ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് എടുത്ത് താ എന്ന് പറയുമ്പം അലീന പറയും, എനിക്ക് വാ വലിയപ്പച്ചൻ എൻ്റെ കൂടെ വാ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ മോളുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് കുടിക്കാൻ പോകുന്ന ചായ എന്ന് പറയും. അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ കയ്യെ പിടിച്ചങ്ങ് കൊണ്ടുപോവാണേ. കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. വലിയപ്പച്ചന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അലീനെ. ഇനി നല്ല രസമാണ്. അവർ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പം പൗലൂസ് ഭയങ്കരമായിട്ട് അടുക്കളപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വലിയപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്നതാടാ പൗലൂസ്, എപ്പോഴും നീ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞും മാതി നിൽക്കുമല്ലോ, നിനക്ക് പണി തീരുവേലേ എന്ന് ചോദിക്കുമ്പം, അതെന്നതാണെന്ന് അറിയത്തില്ല, എപ്പോഴും എന്തെങ്കിലും പണിയുണ്ട് എനിക്ക് എന്ന് പറയും. അന്നേരം അലീന പറയും, അങ്ങനെ ഒരുപാട് പണിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സഹായിക്കാമെന്ന്. അന്നേരം അയ്യോ വേണ്ടായി, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, എൻ്റെ ചിട്ടയനുസരിച്ച്, ഞാൻ ഒരു ചിട്ടയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിനിടയ്ക്ക് വേറൊരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ശരിയാകിയല്ല എന്ന് പറയുവാണ്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അലീനയ്ക്ക്. അലീന ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. അതിനുശേഷം അലീന വലിയപ്പച്ചനോട് ചോദിക്കും, വലിയപ്പച്ചന് ചായയാണോ കോഫിയാണോ എന്താ വേണ്ടത് എന്ന്. അന്നേരം മോൾക്ക് ഇഷ്ടമുള്ളത്, ഇപ്പോൾ ചായയാണ് ഇടാൻ അറിയാമെങ്കിൽ അതങ്ങ് ഇട്ടോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അന്നേരം പൗലൂസ്, ചായ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാമെന്ന് പറയും. അന്നേരം വേണ്ട ഞാൻ ഇട്ടോളാം എന്ന് അലീന പറയുമ്പോൾ, അത് ശരിയാകിയല്ല, ഇത് എൻ്റെ അടുക്കളയെ, ഇതിൻ്റെ അകത്ത് വേറൊരാൾ കയറി പണിതിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോഴേക്കും അപ്പച്ചൻ്റെ മുഖം അങ്ങ് മാറുവേ. അങ്ങനെ പറയാം, ഇത് നിൻ്റെ അപ്പൻ്റെ തറവാടാണുള്ളത്, ഇത് എൻ്റെ മകൻ്റെ വീടാണ്, എൻ്റെ മകൻ്റെ വീട്ടിലെ അടുക്കളയിൽ എന്ത് ചെയ്യണമെന്ന് അവൻ്റെ മകൾക്ക് തീരുമാനിക്കാൻ മേലേടാ കഴിവറുടെ മോനെ, നീയാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? പരട്ടെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാലുണ്ടല്ലോ. മോളൊരു കാര്യം ചെയ്യേ, മോള് ചായ ഇട്ടോ, ഇവൻ എന്നാ പുളുത്തുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അപ്പച്ചനങ്ങ് ഭയങ്കരമായിട്ട് റേസ് ആവുമേ. അന്തേക്കും അയ്യോ വേണ്ട അപ്പച്ച, അങ്ങനെയൊന്നും പറയണ്ട എന്ന് അലീന പറയുന്നുണ്ട്. അന്നേരം അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ചായ ഇടാനല്ലേ, ചായ ഇട്ടോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞങ്ങ് മാറി നിൽക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞേക്കാം പൗലൂസെ, തലയിരിക്കുമ്പോൾ വാലാടണ്ട, നീ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി കേട്ടോ, എന്നെക്കൊണ്ട് എൻ്റെ തനി സ്വരൂപം എടുപ്പിക്കരുതെന്ന് പറയുമ്പോൾ, അതിന് എന്തിനാ അവത് കുട്ടിച്ചായൻ എന്നോട് ദേഷ്യപ്പെടുന്നത്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പൗലോസ് അങ്ങ് മാറി നിൽക്കും. അത് കഴിഞ്ഞ് അലീനെ പാത്രം എടുത്തങ്ങ് വെക്കുന്നേക്ക് ഇവൻ നോക്കി നിൽക്കുക. അന്നേരം നീ എന്നാ നോക്കിക്കുവാടാ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുക എന്ന് പറയുന്നു. അന്നേരം എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അലീന പറയും, വേണ്ട എല്ലാം എനിക്കറിയാം, ഞാൻ എടുത്തോളാം എന്ന്. അലീന പാലെടുക്കുന്നു. അത് കഴിഞ്ഞ് കട്ട് ചെയ്യാനുള്ള കത്രിയൊക്കെ എടുത്ത് പാലെടുത്തു. അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ എടുക്കുവാണ്. അന്നേരം ഇഷ്ടമില്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് പൗലോസ്. അപ്പച്ചനിടയ്ക്ക് പൗലോസിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. ഏതായാലും അലീന ചായ ഇട്ടു. ആ ചായ എടുത്ത് അപ്പച്ചൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നു. അന്നേരം വലിയപ്പച്ചൻ അതൊന്ന് രുചിച്ച് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറയും. അതുപോലെ അലീന ഒരു കപ്പ് ചായ എടുത്ത് പൗലൂസിൻ്റെ കയ്യിലോട്ടും കൊടുക്കും. അന്നേരം പൗലൂസ് പറയും, എനിക്ക് വേണ്ടാന്ന്. അന്നേരം എന്നാടാ, നിൻ്റെ മുതലാളിയുടെ മകൾ ഒരു ചായ എടുത്ത് തന്നാൽ അത് കുടിക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടാണോ, നന്ദി കിട്ടവനെ, മേടിച്ച് കുടിക്കടാ എന്ന് പറയുവാണ്. അന്നേരം വേറെ നിവൃത്തിയില്ലല്ലോ, ചായ എടുത്ത് കുടിക്കും. അലീനയും ഒരു കപ്പ് ചായ എടുത്തു കേട്ടോ. അവർ 3 പേരൂടെ കുടിക്കുവാണ്. അന്നേരം പൗലൂസ് കുടിച്ചിട്ടില്ല കേട്ടോ, കൈ പിടിച്ചുകൊണ്ടിരിക്കുക. അന്നേരം എന്നാടാ കുടിക്കാതെ, കുടിക്കടാ എന്ന് പറഞ്ഞ് പിന്നെയും വഴക്ക് പറയും. അന്നേരം കുടിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടാ
ചായ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം കുഴപ്പമില്ലെന്ന്, ആർക്ക് കുഴപ്പമില്ലെന്ന്, ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, ചായ നല്ലതാണോ എന്നാണ് ചോദിച്ചത് എന്ന് പറയുമ്പം നല്ല ചായ എന്ന് പറയും. അന്നേരം അങ്ങനെയാണെങ്കിൽ അതങ്ങ് പറയണം, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാം, എന്നാ ബുദ്ധിമുട്ടായി ഇവനൊക്കെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയോട് പറയും നല്ല സൂപ്പർ ചായയാ മോളെ എന്ന്. അന്നേരം അലീന ചോദിക്കും ഈ ചായ അകത്ത് ചെന്നാൽ പിരിയില്ലേ വല്യപ്പച്ച, ഇതിനു മുമ്പ് കഴിച്ചത് വേറെ സാധനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിരിയട്ടെ നീ, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ലോ, അതുകൊണ്ട് പിരിവാണേ പിരിയട്ടെ, ഇങ്ങനെ എൻ്റെ ചിന്നമ്മ തന്ന എന്തോരം ചായ പിരിഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പം അലീന അപ്പം നല്ല രീതിയിൽ കുടിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കും. അന്നേരം മോള് കുടിക്കുന്ന കാര്യം പറഞ്ഞാൽ ചായയാണോ അതോ കള്ളാണോ എന്ന് ചോദിക്കും. അന്നേരം രണ്ടും നല്ല രീതിയിൽ കുടിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു കാലമാണ് എന്ന് പറഞ്ഞ് അപ്പച്ചൻ്റെ ഓർമ്മകളിലേക്ക് പോകുവാണേ. അത് കഴിഞ്ഞ് അപ്പച്ചൻ പൗലോസിനോട് പറയുന്നുണ്ട് ഇതിൻ്റെ കൂട്ട് എങ്ങനെയാണെന്ന് നീ ചോദിച്ച് പഠിച്ചു വെച്ചേക്കണം കേട്ടോ എന്ന്. അന്നേരം അലീന പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഏതായാലും കേണൽ സാബ് ചായ കുടിക്കുകയില്ല, കോഫിയെ കുടിക്കുകയുള്ളൂ, പിന്നെ അപ്പച്ചന് വേണ്ടത് വല്യപ്പച്ചന് വേണ്ട ചായയൊക്കെ ഞാൻ ഇട്ട് തരാമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പച്ചൻ സ്റ്റാൻലിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അങ്ങനെ വല്യപ്പച്ചൻ സ്റ്റാൻലിയുടെ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് കണ്ടോ എന്ന് ചോദിക്കും. കണ്ടു, സംസാരിച്ചോ? സംസാരിച്ചു. എന്നിട്ട് എന്നാ തീരുമാനം എടുക്കാനാ, അവളിവിടെ നിൽക്കും, അങ്ങനെയല്ലല്ലോ അപ്പച്ചൻ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞത്, അവളെ ഇവിടുന്ന് പറപ്പിക്കും എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറപ്പിക്കാൻ അവൾക്കെന്നാ ചിറകുണ്ടോ, അതൊക്കെ ഒരു ഗുമ്മനങ്ങ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അന്നേരം അല്ല അപ്പച്ച, അവളിവിടെ നിർത്തണോ അതോ പറഞ്ഞു വിടണോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ സംസാരിക്കാനും തീരുമാനിക്കാനും ഒക്കെ സമയമില്ലേ, നീ എന്തിനെങ്ങനെ ധൃതി വയ്ക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അന്നേരം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ അഭിപ്രായം എന്ന് പറയുമ്പം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാമല്ലോ, ഞാൻ അവളെ കണ്ടു കഴിഞ്ഞത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ എന്നതാ കരുതിയത്, എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു അനാഥപ്രേതം അങ്ങനെയാണ് കരുതിയത്, പക്ഷേ എന്നാ നല്ല പെങ്കൊച്ചാടാ അവള്, എന്നാ നല്ല കൊച്ചാ, അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മച്ചിയെ പോലെ തന്നെയില്ലേ, ആ തനി സ്വരൂപമാണ് ആ പെങ്കൊച്ച്, അവളുടെ നോട്ടവും ഭാവവും സംസാര രീതി വരെ അങ്ങനെ തന്നെയാണ്, നിൻ്റെ അമ്മച്ചി എവിടെ പോയി എന്ന് അന്വേഷിക്കേണ്ട, അതുപോലെയാ, ചുമ്മാതല്ല നീ പാലയിൽ പോയി കണ്ടപ്പോഴേ അവൾ തിരിച്ചറിഞ്ഞത്, അവളെ ഇങ്ങോട്ട് ഏറ്റെടുക്കാൻ നീ തീരുമാനിച്ചതും അതുകൊണ്ടല്ലേടാ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ അതെ എന്ന് പറയുവാണ്. അന്നേരം ഏതായാലും നന്നായി, അവൾ ഇവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുക. അന്നേരം എങ്ങനെയാ അപ്പച്ച പറഞ്ഞു വിടണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. നല്ല രസമുള്ളൊരു എപ്പിസോഡായിരുന്നു കേട്ടോ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോയതായിട്ട് തോന്നും. ഏതായാലും അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അപ്പച്ചനെയും സ്റ്റാൻലിയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യുന്നത് ബബിതയും അതുപോലെ രോഹിത്തും കൃഷ്ണമോളും കൂടിയാണ്. അതിനിടയ്ക്ക് അവർ ചെറിയ അലമ്പം ഉണ്ടാക്കുമല്ലോ. അങ്ങനെ രോഹിത്തും ബബിതയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കി ഓടുമ്പോഴാണ് ഇപ്പോൾ കറക്റ്റ് വൈജയന്തി വന്ന് ഫ്രണ്ടിൽ കയറി നിൽക്കുന്നത്. ആ സാധനത്തിന് ഇതൊന്നും ഇഷ്ടമല്ല. മക്കൾ മൂന്ന് വഴിക്കാണെങ്കിൽ സന്തോഷമായേനെ. ഏതായാലും മക്കളെ അടുക്കളയിൽ നിന്ന് ചാടിക്കാൻ വേണ്ടി ബാലേന്ദ്രനോട് പറയുന്നുണ്ട് എനിക്ക് അലീനയ്ക്ക് പകരം ഒരു വേലക്കാരിയെ വേണമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് അലീനയ്ക്ക് പകരം ആരെയും കിട്ടാൻ പോകുന്നില്ല, പിന്നെ നിൻ്റെ കുഞ്ഞുമോളോ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അവളുമാർക്ക് പകരമാണ് കിട്ടുമെന്ന് പറയുന്നു. അന്നേരവും ബാലേന്ദ്രൻ്റെ വായിന്ന് രണ്ടെണ്ണം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങ് സഹിച്ചിങ്ങനെ നിൽക്കുവാണ് വൈജയന്തി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വല്യപ്പച്ചനെയാണ്. വല്യപ്പച്ചനോട് വീണ്ടും കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി. അന്നേരം വല്യപ്പച്ചൻ പറയും എടാ നമ്മൾ ഇനി കുടിയൊക്കെ ഇത്തിരി നിർത്തണം കേട്ടോ, ആ പെങ്കൊച്ച് ഇവിടെ ഉള്ളതാണ് എന്ന് പറയുമ്പം സ്റ്റാൻലിക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. എൻ്റെ രീതികളൊന്നും ഞാൻ മാറ്റിയില്ല എന്ന് പറയുമ്പം അവൾ ചിന്നമ്മയാണെങ്കിൽ നിന്നെ അവൾ വരച്ച് വരെ നിർത്തും, നീ കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വല്യപ്പച്ചൻ അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പച്ചൻ ഇപ്പം അലീനയുടെ കൂടെ ആയിട്ടോ. അത് കഴിഞ്ഞ് ഇവർ 3 പേരൂടെ തോട്ടം കാണാനായിട്ട് ഇറങ്ങി പോവാണ്. സ്റ്റാൻലി ജീപ്പൊക്കെ സ്റ്റാർട്ടാക്കി നിർത്തുമ്പം അകത്തുനിന്ന് നമ്മുടെ വല്യപ്പച്ചനും അലീന ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ സ്റ്റാൻലിയുടെ മകളായി മാറി അലീന. ആ പഴയ ഡ്രസ്സൊക്കെ മാറ്റി ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഐശ്വര്യത്തോടെ ഇറങ്ങി വരുന്ന അലീനയും കാണിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ചിന്നമ്മയായി മാറി. ആ ഒരു അധികാര ഭാവമൊക്കെ മുഖത്തുണ്ട്. ഏതായാലും നല്ലൊരു എപ്പിസോഡ്.